ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതം മുഴുവൻ ദൈവേഷ്ടത്തിന് സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ ഈ ദൈവത്തിൻ്റെ വചനത്തെ പങ്കുവയ്ക്കുമ്പോൾ അനേകരുടെ ജീവിതങ്ങളിലേക്ക് നിലനിൽക്കുന്ന ചൈതന്യമായി ദൈവവചനം വേരുപാകപ്പെടാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളിലേക്ക് വചനത്തെ ആഴത്തിൽ പതിഞ്ഞു നിർത്താൻ സഹായിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഈ നല്ല നിമിഷങ്ങളിൽ നിറയാൻ ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹത്തോടെ തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ജീവിതത്തെ സ്പർശിക്കണമെന്ന ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വലിയ മഴ പോലെ വസന്തവൃഷ്ടി പോലെ നമ്മുടെ ഓരോ ജീവിതങ്ങളിലേക്കും പെയ്തിറങ്ങാൻ ആഗ്രഹത്തോടെ തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിനെ ഒരു നിമിഷം ശാന്തമാക്കി കരങ്ങൾ കൂപ്പി സ്നേഹത്തോടെ ദൈവവിചാരം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് സ്നേഹത്തോടെ ഈ നല്ല നിമിഷങ്ങളിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വചനവും എൻ്റെ ഉള്ളിൽ വേരുപാകപ്പെടാൻ, പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട വചനം എന്നും നിലനിൽക്കുന്ന അഭിഷേകമായി അമ്മയുടെ ജീവിതത്തിൽ മാറിയതുപോലെ എൻ്റെ ജീവിതത്തിലും വിതയ്ക്കപ്പെടുന്ന വചനം വേരുപാകപ്പെടാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, അഗ്നിയായി ശക്തിയായി എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് വ്യാപിക്കാനുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി മഴ പോലെ വസന്തവൃഷ്ടി പോലെ നമ്മുടെ മേൽ പെയ്തിറങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ശക്തിയോടും തീഷ്ണതയോടും കൂടെ ഒരുമിച്ച് ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജ്ഞാനമായി ശക്തിയായി അഭിഷേകമായി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഈ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് അഭിഷേകത്തോടെ ജീവിക്കാൻ ശക്തിയോടെ ഞങ്ങളിലേക്ക് ഇപ്പോൾ അവിടുന്ന് പെയ്തിറങ്ങണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ മനസ്സുകളിലേക്ക്, ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക് കുളിർമഴയായി അവിടുന്ന് ഇപ്പോൾ നിറയണമേ, പെയ്തിറങ്ങണമേ. ആത്മാവ് നിറയട്ടെ, ഓരോ മനസ്സുകളിലേക്ക് ആത്മാവ് നിറയട്ടെ. ശക്തിയോടെ ശക്തിയോടെ പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ താഴ്ത്തി കൈകളടിച്ച് പെയ്യട്ടെ സ്നേഹത്തീ മഴ, പെയ്യട്ടങ്ങനെ പെയ്യട്ടെ അഭിഷേകത്തിന്റെ മഴ. പെയ്യട്ടങ്ങനെ പെയ്യട്ടെ സ്നേഹത്തീ മഴ, പെയ്യട്ടങ്ങനെ പെയ്യട്ടെ അഭിഷേകത്തിന്റെ മഴ. സ്വർഗത്തിൻ ബലിപീഠത്തിൽ പെയ്തിറങ്ങിയിടും പരിശുദ്ധാത്മമഴ ഈ മണ്ണിൽ പെയ്തിറങ്ങട്ടെ. സ്വർഗത്തിൻ ബലിപീഠത്തിൽ പെയ്തിറങ്ങിയിടും പരിശുദ്ധാത്മമഴ ഈ മണ്ണിൽ പെയ്തിറങ്ങട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊട്ടി പെയ്യട്ടങ്ങനെ പെയ്യട്ടെ ആഗ്രഹത്തോടെ ആത്മാവ് നിറയാ, ചൈതന്യം നിറയാ, കൃപ നിറയാ. ഓരോ ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ ഒരു പുത്തൻ അഭിഷേകം നിറയാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. കൈകൾ താഴ്ത്തിക്കൊട്ടി പരിശുദ്ധാത്മാവേ, അങ്ങ് ജ്ഞാനത്തെയും ഒരു പുതിയ അഭിഷേകത്തെയും എൻ്റെ ജീവിതത്തിലേക്ക് നൽകുന്നില്ല എങ്കിൽ ദൈവഹിതപ്രകാരം ജീവിക്കാൻ ഞാൻ അശക്തനാണ്. ഓ ദൈവമേ, ആത്മാവിന് നൽകണമേ. ചെയ്ത മഴ, ദാവീദിൽ അനുതാപത്തിൽ ചൂടുപകർന്ന മഴ. ഹൃദയത്തിൽ ശുദ്ധി ചെയ്ത മഴ, ദാവീദിൽ അനുതാപത്തിൽ ചൂടുപകർന്ന മഴ. ദാനിയേലിനു സിംഹക്കുഴിയിൽ കുളിരായി പെയ്ത മഴ, പെരുമഴയായി പെയ്യട്ടെ ഈ സ്നേഹ സമൂഹത്തിൽ. ദാനിയേലിനു സിംഹക്കുഴിയിൽ കുളിരായി പെയ്ത മഴ, പെരുമഴയായി പെയ്യട്ടെ ഈ സ്നേഹ സമൂഹത്തിൽ. ആത്മാവിന്റെ അഭിഷേകം മഴ പോലെ പെയ്തിറങ്ങട്ടെ. ഓരോ മനസ്സുകളിലേക്ക് ഒരു പുത്തൻ അഭിഷേകമായി ഇപ്പോൾ പെയ്തിറങ്ങട്ടെ. ആത്മാവേ വ്യാപിക്കട്ടെ, എല്ലാ ഹൃദയങ്ങളും നിറയട്ടെ, എല്ലാ ശരീരത്തിലും നിറയട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, അഭിഷേകം നിറയട്ടെ. ഒരിക്കൽ കൂടി ഇരു കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഉന്നത ശക്തിയെ ഇപ്പോൾ നിറയണമേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആത്മാവേ
ഞങ്ങളെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവേ, ഒരു പുത്തൻ അഭിഷേകം തരണമേ. പരിശുദ്ധാത്മാവേ, ഹൃദയത്തിലൊരു പുതിയ പ്രകാശത്തിന്റെ നിറവ് സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഉള്ളിലുള്ള എല്ലാ അശുദ്ധിയും ദുഷ്ടതയും തിന്മയും അതിൻ്റെ എല്ലാ അവസ്ഥകളും നീങ്ങിപ്പോകാൻ ആത്മാവിൻ്റെ വിശുദ്ധീകരണ മഴയിൽ പെയ്യട്ടെ. വിശുദ്ധീകരിക്കപ്പെടട്ടെ, ചൈതന്യം പ്രാപിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ട ദൈവവചനം നമ്മുടെ ഉള്ളിൽ വേരുപാകപ്പെടാൻ അതീവ ദാഹത്തോടെ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പെരുമ്പാവൂർ വഴി ഇങ്ങനെ കോട്ടയത്തിന് യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ ഒരു പള്ളിയുടെ അങ്കണത്തിൽ ഒരു വലിയ തിരുസ്വരവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ ആ കാൽവരിയിലെ കുരിശിലെ ബലിസമർപ്പണത്തെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ തിരുസ്വരൂപമുണ്ട്. പരിശുദ്ധ അമ്മയുടെ മടിയിൽ ഈശോ കടക്കുന്ന ആ രൂപം നമുക്കറിയാം. മൈക്കിളാഞ്ചലോ രൂപപ്പെടുത്തിയിട്ടുള്ള പിയറ്റ സുന്ദരമാണ്, വലിയൊരു രൂപം. സത്യത്തിൽ നമുക്കറിയാം പിയത്ത എന്ന വാക്കിൻ്റെ അർത്ഥം ഫെഡിലിറ്റി, വിശ്വസ്തത എന്നുള്ളതാണ്. തീർച്ചയായും ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ വചനബദ്ധിതമായ ഒരു ജീവിതത്തോട് വിശ്വസ്തത പുലർത്തിയ ഒരമ്മയുടെ മടിയിൽ കിടക്കുന്ന പുത്രൻ്റെ ചിത്രം, മരിച്ച് മരവിച്ച ആ മൃതശരീരം മടിയിൽ ഏറ്റുവാങ്ങുന്ന അമ്മയെ മൈക്കിളാഞ്ചലോ അനുസ്മരിച്ച് രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് തീർച്ചയായിട്ടും പിയത്ത. ജീവിതത്തോട് വിശ്വസ്തത പുലർത്തുന്ന ഈ ജീവിതത്തിന് മറ്റൊരു പേരിടാനില്ല പിയത്തയോളം സുന്ദരമായിട്ട് എന്നെനിക്ക് തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, പുത്രൻ്റെ മരിച്ച് മരവിച്ച മൃതശരീരം മടിയിൽ ഏറ്റുവാങ്ങുമ്പോഴും അന്ന് കൊടുത്ത ഒരു വാക്ക് നിറവേറ്റുന്ന ഒരു അമ്മയെ കണ്ടെത്തുന്നുണ്ട്. എന്താണത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഈ വാക്കിനോട് ജീവിതം മുഴുവൻ വിശ്വസ്തത പുലർത്തിയ ഒരമ്മയുടെ ഈ ആലയത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ എന്താണ് അമ്മയുടെ ജീവിതത്തെ ഇതുപോലെ കൃപയുടെ വാഴ്വിൻ്റെ ജീവിതമാക്കി മാറ്റിയത് എന്ന് ചോദിച്ചാൽ ഞാൻ ചിന്തിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല. അമ്മയ്ക്ക് ഈ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ദൈവ അവബോധം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ ഒരു അവബോധത്തിൻ്റെ ജീവിത ചൈതന്യമാണ് ആ ജീവിതത്തോട് മുഴുവൻ പുലർത്തിയ വിശ്വസ്തതയിൽ നമ്മൾ വെളിവായി കാണുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാനൊരു വചനം ചിന്തിക്കുകയാണ്. തോബിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 12 വരെയുള്ള വചനങ്ങൾ. തോബിത്ത് എന്ന് പറയുന്നത് ദൈവഭക്തനാണെന്ന്, നീതിനിഷ്ഠമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്, ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ തിരിച്ചറിയുന്നൊരു സത്യമാണ്. തോബിത്തിന് ജനിച്ച മകനാണല്ലോ തോബിയാസ്. പ്രിയപ്പെട്ടവർ, ഈ തോബിത്തിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യം നമ്മൾ കണ്ടെത്തുന്ന അവിടെയാണ്. തോബിത്തിൻ്റെ വാക്കുകളാണ് അവിടെ കാണുന്നത്. 1-ന്റെ 10, 11, 12 വചനങ്ങൾ. തടവുകാരനായി നിനവയിലെത്തിയപ്പോൾ എൻ്റെ സഹോദരങ്ങളും ചാർച്ചക്കാരും വിജാതിയരുടെ ഭക്ഷണം കഴിച്ചു, എന്നാൽ ഞാൻ മാത്രം കഴിച്ചില്ല. എന്തെന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നോക്കണേ, ഒരു ദൈവിക വ്യക്തിയുടെ വാക്കായത്. ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് സഹോദരങ്ങളും ചാർച്ചക്കാരും ഒക്കെ വിജാതിയരുടെ ഭക്ഷണം കഴിച്ചിട്ടും എനിക്ക് വേണ്ട എന്ന് ചിന്തിക്കാൻ മാത്രം ധീരമായ തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു തോബിത്തിൻ്റെ പ്രത്യേകത എന്തിലാണ് കണ്ടെത്തുക? അവന് ദൈവത്തെക്കുറിച്ചുള്ള ശക്തമായ ഓർമ്മ മനസ്സിൽ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ ദൈവം എന്നെ ഇത്രയും കരുതിയിട്ട്, എന്നെ ഇത്രയും പരിപാലിച്ചിട്ട്, എന്നെ ഇത്രയും വഴി നടത്തിയിട്ട് ആ ദൈവത്തിനെതിരെ ഒരു പാപം ചെയ്യുക? ഈ ചിന്ത ഉള്ളിൽ സൂക്ഷിക്കുന്ന തോബിത്ത് പാപം ചെയ്യണ്ട എന്ന് തീരുമാനിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 39-ാം അധ്യായം 9b നമ്മൾ കണ്ടെത്തുന്നുണ്ട്. മറ്റാരെയല്ല, നമ്മുടെ സുന്ദരനും സുമുഖനുമായ പൂർവ്വപിതാവായ ജോസഫിനെ കുറിച്ചാണ്. ഇല്ലേ? ജോസഫിൻ്റെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ജോസഫ് അപ്പന് വളരെ പ്രിയങ്കരനാണ്. സഹോദരങ്ങൾക്ക് കണ്ണെടുത്ത കാണാൻ മേല. അവനെ കാണാൻ മേലാത്തതുകൊണ്ട് അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. എന്നിട്ട് പിന്നെ കച്ചവടക്കാർ വന്നപ്പോൾ പൈസ കിട്ടുമല്ലോ എന്നോർത്തപ്പോൾ ആ ലാഭം ഓർത്ത് അവൻ അവിടുന്ന് പൊക്കിയെടുത്ത് ഈ കച്ചവടക്കാർക്ക് വിറ്റു. അവസാനം ഈ ജോസഫ് കറങ്ങി തിരിഞ്ഞെത്തുന്ന സ്ഥലമാണ് ഇവിടെ പൊത്തിഫറിൻ്റെ വീട്ടിൽ. നോക്കണേ, ഈ പൊത്തിഫറിൻ്റെ വീട്ടിൽ ഈ ജോസഫ് എത്തുമ്പോൾ ആ ജോസഫിനെ എല്ലാ ചുമതലയും പൊത്തിഫർ ഏൽപ്പിക്കുക.
അതുമുതൽ അവൻ്റെ വീട് മുഴുവൻ അനുഗ്രഹം മാത്രം. അതിന് കാരണം എന്താണെന്ന് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. വചനം ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ജോസഫിൻ്റെ പ്രത്യേകത നമ്മൾ കാണുന്ന അവിടെയല്ല. ഈ 39:9b നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ വിജാതീയനായ പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ഈ ജോസഫിനോടൊരു പ്രത്യേക അഭിലാഷ ഇഷ്ടം തോന്നുവാണ്. അതുകൊണ്ട് അവൾ എങ്ങനെയെങ്കിലും ഈ ജോസഫിനെ ഒന്ന് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. പൊത്തിഫർ വേണ്ട, ജോസഫ് മതി. സ്നേഹമുള്ളവരെ, ഇവിടെ ഈ ജോസഫിൻ്റെ കാര്യം നിങ്ങൾ ചിന്തിക്കുക. പൊത്തിഫർ വീട്ടിലില്ല, ആരും അറിയാൻ പോകുന്നില്ല. വളരെ രഹസ്യമായിട്ട് ഈ തെറ്റ് മൂടി വെക്കാൻ പറ്റും. പക്ഷേ ജോസഫ് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണത്? ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച ദൈവത്തിനെതിരെ പാപം ചെയ്യുക? ഞാൻ എങ്ങനെ ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ പ്രകാശത്തിൽ അന്ധകാരത്തിൻ്റെ പ്രവർത്തികളെ വേണ്ടെന്ന് വെക്കാൻ മാത്രം തീരുമാനമെടുക്കുന്ന തൻ്റെ ഇടമുള്ള ജോസഫ്. എന്താണ് കാരണം? ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ ഈ ജോസഫിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നുകൊണ്ടാണ് ജോസഫ് പറയുക, ഞാൻ പാപം ചെയ്യുന്നത് ശരിയല്ല, അതെൻ്റെ ദൈവത്തിനെതിരെയുള്ള തെറ്റാണ്. ഓരോ വിശുദ്ധാത്മാക്കളുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കിയേ. എന്താണ് അവർ പരിശുദ്ധിയിൽ ജീവിച്ചാലുള്ള കാരണം എന്ന് ചിന്തിച്ചാൽ നമ്മൾ കണ്ടെത്തുന്ന കാര്യം ഇത്രേ ഉള്ളൂ. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു ഓർമ്മ നിരന്തരം മനസ്സിലിങ്ങനെ വരിക. ഏത് ആത്മകഥകൾ വായിച്ചു നോക്കിയാലും ഏത് ജീവചരിത്രങ്ങൾ വായിച്ചു നോക്കിയാലും ഈ ഒരു രഹസ്യം നമ്മുടെ മുമ്പിൽ സ്പഷ്ടമാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലെ മാതാപിതാക്കളെക്കുറിച്ചുള്ള നന്മ നിറഞ്ഞ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ അവർക്ക് വേണ്ടി അധ്വാനിക്കാൻ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, പാപത്തിൻ്റെ വഴി കടന്നു പോകാതിരിക്കാൻ തീരുമാനമെടുക്കുന്ന ഒരുപാട് തീഷ്ണതയുള്ള യുവതി യുവാക്കൾ ഈ കാലഘട്ടത്തിൽ അഭിമാനവും അഭിഷേകവുമായിട്ട് സഭയിലുണ്ട്, സമൂഹത്തിലുണ്ട് എന്നത് സന്തോഷകരവും അനുഗ്രഹപ്രദവുമായ കാര്യമാണ്. പരിശുദ്ധ അമ്മയെ പോലെ, ഈ തോബിത്ത് പറഞ്ഞു വെച്ചതുപോലെ അനേക വിശുദ്ധാത്മാക്കളെ പോലെ അവരുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച്, എന്തിനാ അപ്പനെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ. ഈ കാലഘട്ടത്തിൽ ഒരുപാട് മക്കൾ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് മാത്രം പാപജീവിതത്തെ ഉപേക്ഷിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്നവരായി കണ്ടെത്തിയിട്ടുണ്ട്. ജീസസ് യൂത്ത് പോലെയുള്ള മൂവ്മെൻറ്റുകളോട് ചേർന്ന് നിന്നുകൊണ്ട് പാപം ചെയ്യാതിരിക്കാനുള്ള തീരുമാനമെടുത്ത് പ്രവർത്തിക്കുന്ന ഒത്തിരിയേറെ യുവതി യുവാക്കളെ, കുട്ടികളെ കണ്ടെത്തിയിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഞാൻ ഓർക്കുകയാണ്, എത്രയോ കൃപയോടെ വിശുദ്ധിയോടെ പാപം വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് മക്കൾ ഇന്ന് ഈ നാളുകളിലുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഈ നാളുകളിൽ പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. ഞാൻ അവരോട് പറഞ്ഞു, മോനെ, നീ നല്ല കൃപയോടും വിശുദ്ധിയോടും കൂടെ മുമ്പോട്ട് പോകണം. നീ ഒരിക്കലും ഒരു പാപത്തിന് അടിമപ്പെട്ട് പോയേക്കല്ല കേട്ടോ. അവൻ പറയാണ്, ഇല്ലച്ചാ, ഞാൻ ഒരിക്കലും ഒരു പാപത്തിന് അടിമപ്പെട്ട് എൻ്റെ ജീവിതം നശിക്കുകയല്ല. അവൻ പറയാണ്, എൻ്റെ കുഞ്ഞുനാൾ മുതൽ എൻ്റെ അമ്മ ഒരുപാട് സങ്കടത്തോടെ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ പപ്പ ഒരു തികഞ്ഞ മദ്യപാനിയാണ്. എന്നും മദ്യം കുടിച്ച് വന്ന് വീട്ടിലുള്ള പല സാധനങ്ങളും നശിപ്പിക്കും. മമ്മി ഉപദ്രവിക്കും. മമ്മി ഒരുപാട് സങ്കടത്തോടെ കരയും. അന്ന് ഞാൻ മമ്മി ആശ്വസിപ്പിക്കുമായിരുന്നു. ഇന്ന് ഞാൻ വളർന്നു. എൻ്റെ പപ്പ ഇപ്പം മദ്യപിക്കുകയില്ല, പക്ഷേ എൻ്റെ അമ്മ ഒരുപാട് കണ്ണീര് കുടിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കും, ഞാനായിട്ട് പഠിച്ച് ഒരു ജോലി വാങ്ങി എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അപ്പന് ഒരു നല്ലത് വരാൻ ഇടവരണം. ചിന്തിച്ചു നോക്കിയേ, ആ ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എത്രയോ വലുതാണ്. അവൻ കണ്ടിട്ടുള്ള സങ്കടം അവൻ്റെ അമ്മയുടെ കണ്ണീരാ. ആ കണ്ണീരൊപ്പാൻ ഇനി പാപം വേണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഓർക്കുമ്പോൾ ഹൃദയത്തിലൊരു നിറവാ, ഒരു സന്തോഷമാണ്. പക്ഷേ ഞാൻ സങ്കടത്തോടെ ഓർക്കുക, ഒത്തിരിയേറെ മക്കൾ മറ്റൊരു വശത്ത് ഇതിന് തികച്ചും വിപരീതമായിട്ടുള്ള ഒരു പാപാവസ്ഥയുടെ ജീവിതം നയിക്കുന്നത് ഏറെ സങ്കടകരമായൊരവസ്ഥയാണ്. ഞാൻ സങ്കടത്തോടെ ഓർക്കുകയാണ്, കുറേയേറെ മക്കൾ അവരുടെ ജീവിതത്തിൽ അവരുടെ അപ്പനെയോ അമ്മയോ അവരുടെ കണ്ണീരിനെയോ അവരുടെ അധ്വാനങ്ങളെയോ ഒന്നും വിലക്കെടുക്കാതെ ആ സമയത്ത് എന്തു തോന്നുന്നോ അതിനനുസരിച്ച് പോകുന്ന, വികാരത്തിന് അടിമപ്പെടുന്ന ഒരു നാശത്തിൻ്റെ പ്രവണത പ്രിയപ്പെട്ടവരെ സങ്കടത്തോടെ നോക്കിക്കാണുന്ന ഒന്നാ. ഇന്നലെ ചിരിച്ചു കാണിച്ച ഒരുത്തൻ്റെ പുറകെ, മിനിങ്ങാന്ന് കണ്ടുമുട്ടിയ ഒരുത്തിയുടെ പുറകെ ഇങ്ങനെ നടക്കുമ്പോൾ സ്വന്തം മാതാപിതാക്കളെ മറന്ന് അവരുടെ അധ്വാനങ്ങളെ, പ്രയത്നങ്ങളെ അവരിന്നോളം വളർത്തിയത്, 10 മാസം ഈ ഉദരത്തിൽ ചുമന്നുകൊണ്ട് നടന്ന് സ്നേഹത്തോടെ വളർത്തിയത്, ഇന്നോളം കുറവ് വരാതെ ഉള്ളത് വെച്ച് സ്നേഹത്തോടെ ലാളിച്ച് വളർത്തിയ ആ അപ്പനെ അമ്മേനെയും നിൻ്റെ തോന്നിയാസം അനുസരിച്ച്, ആ തോന്നുന്ന വികാരത്തിനനുസരിച്ച് അപ്പം തന്നെ നിഷേധിച്ച് പറഞ്ഞും അവരെ ചീത്ത പറഞ്ഞും അവരുടെ മേലെ മെക്കിട്ട് കയറിയും മോനെ മോളെ നീ ജീവിക്കുമ്പോൾ
നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ നിന്റെ ഇഷ്ടം അനുസരിച്ച് നിന്റെ അപ്പനെ അമ്മേനെ മറന്ന് ഇന്നലെയോ മിനിങ്ങാന്നോ കണ്ടുമുട്ടിയ ഒരുത്തൻ്റെ ഒരുത്തിയുടെ പുറകെ പോകുമ്പോൾ ഓർത്തെ നീ ഒരു ഗതി പിടിച്ച ജീവിതമാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? നിനക്ക് ഒരനുഗ്രഹത്തിൻ്റെ ജീവിതമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇവരുടെ പെയ്തൊഴിയാത്ത കണ്ണീരിന് മുമ്പിൽ നീ ചിന്തിക്കുവാണോ എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്ന്? ലവലേശ വർത്തക്കത് കേട്ടോ. നാശത്തിൻ്റെ ഗർത്തത്തിലേക്ക് ഒരിക്കലും തിരിച്ചു കയറാനാകാത്ത വിധം അധപ്പതിച്ചു പോകുന്ന ഒരു ജീവിതമായിട്ട് മാറും. പ്രിയപ്പെട്ട മക്കളെ, ഓരോ കൂട്ടുകെട്ടുകളിലും ബന്ധങ്ങളിലും ചെന്ന് ഓരോന്നിലും തലവെച്ച് കൊടുത്ത് വെറുതെ തുടങ്ങുന്നതാണല്ലോ ഓരോരുത്തന്മാർ. ഒരു കുടി അല്ലേ, ആദ്യം ബിയറും പരിപാടിയൊക്കെ ആയിട്ട് തുടങ്ങുക. ചെറിയ ടൂറുകൾ, ചെറിയ പരിപാടികൾ, ആ പുഴയുടെ തീരത്തൊന്ന് പോയി, ഈ മലയുടെ അടിവാരത്തൊന്ന് പോയി, അങ്ങനെ തുടങ്ങുകയാണ് ചെറിയ ചെറിയ ലഹരിയിൽ. എന്നിട്ട് പയ്യെ പയ്യെ ഈ ലഹരിയുടെ വിഷസർപ്പം അവനെങ്ങനെ അങ്ങ് വിഴുങ്ങുക. ഓർത്തോട്ടോ, ഒരിക്കലും രക്ഷപ്പെടാനാകാത്ത വിധം കഞ്ചാവിനും പാൻ മസാലകൾക്കും അതിനേക്കാൾ ഗൗരവതരമായ ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമപ്പെട്ട് ചിന്തിച്ചോക്ക് പ്രിയപ്പെട്ടവരെ. തുടങ്ങുന്ന ഇങ്ങനെയൊക്കെയാ. നിന്റെ ഒരു പ്രായത്തിൻ്റെ വളർച്ചയിൽ നീ ചിന്തിക്കും, ഞാനിപ്പോൾ വലിയ ആളായി, ഞാനിപ്പോൾ ഒരു സംഭവമായി എന്നൊക്കെ ചിന്തിച്ച ആ അപ്പനെ അമ്മേനെ തെറിയും പറഞ്ഞ് ചീത്ത പറഞ്ഞ് അവരുടെ മേലെ ഒരധികാരം സ്ഥാപിച്ച നീ ആ കൂട്ടുകെട്ടുകളിലും ഈ കൂട്ടുകെട്ടുകളിലൊക്കെ വ്യാപരിച്ച് വലുതാകുമ്പോൾ ഒരു കാര്യം ഓർത്തോ, നിന്റെ ജീവിതത്തിൽ ഇന്നോളം നിന്നെ അത്രമേൽ കരുതി സ്നേഹിച്ച ഒരു അപ്പനും അമ്മയുണ്ട്. അവരുടെ കണ്ണീരിനെ നീ കണ്ടില്ല എന്ന് നടിച്ചിറങ്ങിപ്പോകുന്നത് നിന്റെ ജീവിതത്തിൽ രക്ഷയ്ക്കുള്ള ഒരു വഴിക്കാന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? നിന്റെ കൂട്ടുകാരൻ പറയും, കുഴപ്പമില്ലടാ, ബെസ്റ്റായിട്ടുണ്ട്, അങ്ങനെയൊക്കെ വേണം നമ്മൾ. അവൾ പറയും, നമുക്ക് ഒന്നിച്ച് ജീവിക്കാം, അവർ പോട്ടെ, അവരൊന്നും ഇനി നോക്കിയിട്ട് കാര്യമില്ല. പ്രിയ മകനെ മകളെ, ഒരു കാര്യം ഓർത്തെ, ഇങ്ങനെ അവരവരും പറയുന്ന ഉപദേശങ്ങൾക്കൊത്ത് നിന്റെ ജീവിതത്തെ മുമ്പോട്ട് പോയാൽ രക്ഷ പ്രാപിക്കാൻ സാധിക്കാത്ത വിധത്തിൽ തകർന്നടിഞ്ഞ ഒരു ജീവിതമായിട്ട് നിന്റെ ജീവിതം അതപ്പതിക്കും. ഈ സത്യത്തെ മറന്നു പോകണ്ട കേട്ടോ, സത്യത്തെ മറന്നു പോകണ്ട. അതുകൊണ്ട് ഇന്ന് നിൻ്റെ ഉള്ളിൽ സാത്താൻ വിതയ്ക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ചുള്ള ഒരു മുമ്പോട്ട് പോക്ക് ജീവിതം മുഴുവനെ നശിപ്പിച്ച് കളയാൻ പര്യാപ്തമാകും കേട്ടോ. ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം തകർക്കപ്പെടുന്ന ഒരു ജീവിതമായിട്ട് അത് അതപ്പതിക്കാൻ കേട്ടോ. സ്നേഹമുള്ള മാതാപിതാക്കളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങളുടെ കൊച്ച് ഞങ്ങളെ മറക്കിയല്ല, ഏതൊക്കെ പിള്ളേർ പോയാലും ഞങ്ങളുടെ കൊച്ച് പോയല്ല എന്നൊക്കെ പറഞ്ഞ് അമിത ആത്മവിശ്വാസത്തോടുകൂടെ നിങ്ങൾ ജീവിക്കുകയും യാതൊരു തരത്തിലുള്ള മൂല്യങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കാതെ ജീവിതത്തിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. പ്രകാശം പരത്താത്ത ആത്മീയതയുടെ വിശുദ്ധിയുടെ പരിവേഷം വേണ്ട രീതിയിൽ പകർന്നു കൊടുക്കാതെ അവരുടെ ഇഷ്ടം നിറവേറ്റി മാത്രം ഒരു കാലത്ത് മുമ്പോട്ട് പോകുമ്പോൾ എന്തെങ്കിലും തിരിച്ചു വരാനാകാത്ത വിധത്തിൽ അവരുടെ ജീവിതങ്ങൾ അധപ്പതിച്ച പിന്നെ ആർക്കും ഒരു കയറിട്ട് കൊടുത്ത് ഒരു ശുശ്രൂഷകളിലൂടെയോ ഒരു ഉപദേശത്തിലൂടെയോ അവരെ പിടിച്ചു കയറ്റാൻ പറ്റത്തില്ല എന്നുള്ള സത്യത്തെ മറന്നു പോകണ്ട കേട്ടോ. അതുകൊണ്ടെങ്കിൽ നോക്കിക്കേ മാതാപിതാക്കള്, പ്രകാശം പരത്തുന്ന ജീവിതങ്ങളായിട്ട് മാറണം. എങ്ങനാ? കുടുംബത്തിൽ കാണിച്ചു കൊടുക്കണം. കുടുംബ പ്രാർത്ഥന എങ്ങനെയാണ്? അപ്പം കാണിച്ചു കൊടുക്കണം, അമ്മ കാണിച്ചു കൊടുക്കണം. വിരുന്നുകാർ വന്നു, അവർ വന്നു, ഇങ്ങനെ പല കാരണത്തിൻ്റെ പേര് പറഞ്ഞ് കുടുംബ പ്രാർത്ഥന ഒഴിവാക്കുമ്പോൾ നിങ്ങൾ തന്നെ ആ ക്ലബിൻ്റെയും ഈ സംഘത്തിൻ്റെയും ഒക്കെ പേരിൽ ടൂറും അമ്യൂസ്മെൻറ്റ് പാർക്ക് സന്ദർശനങ്ങളും അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് പോക്കും ഒക്കെ ആയിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ ഒരു കാര്യം ഓർത്തോ കേട്ടോ, മാതൃക കൊടുക്കാത്ത ഒരു ജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നിടത്തോളം തകർന്ന ഒരു സ്ഥിതിവിശേഷയില്ല. ഈ ജീവിതത്തിൽ എന്നൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, എന്തേറെ തുണിത്തരങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, എന്തേറെ സൗകര്യങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. സത്യം പറയാണ്, മൂല്യങ്ങൾ കൊടുക്കാതെ, ആവശ്യമായ സമയത്ത് ആവശ്യമായ ശിക്ഷണങ്ങൾ കൊടുക്കാതെ, എൻ്റെ ചക്കര, എൻ്റെ മുത്ത് എന്നൊക്കെ പറഞ്ഞ് സ്നേഹിച്ചും കൊഞ്ചിച്ചും വളർത്തുന്നതൊക്കെ കൊള്ളാം, ഒന്നും ഒരു കുഴപ്പമില്ല. വളർത്തണം, മക്കളെ സ്നേഹിച്ച് തന്നെ വളർത്തണം, ശിക്ഷിച്ച് മാത്രമല്ല വളർത്തേണ്ടത്. 100% യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തോ, സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കാതെ ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കാതെ വളർത്തിയ ഒരു കാര്യം ഓർത്തോ കേട്ടോ. അപ്പനമ്മമാർ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ കൊടുക്കാതെ ഒരപ്പൻ്റെ അമ്മയുടെയും പരിശുദ്ധിയുടെ പ്രകാശം പരത്തുന്ന ജീവിതത്തിൻ്റെ ചൈതന്യം പകർന്നു കൊടുക്കാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് സാധിക്കാതെ വരുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അവരധപ്പതിച്ച ഒന്നും പറയാനില്ല കേട്ടോ, ഒന്നും പറയാനില്ല. വെറുതെ കണ്ണും പൂട്ടി എത്രയും തേള മാതാവെ ചൊല്ലിയിരുന്നു, വേറൊന്നും ചിന്തിക്കണ്ട. അതുകൊണ്ട് ജീവിതത്തിൽ നന്മയുടെ മാതൃക കൊടുക്കാൻ പറ്റുന്ന കാലത്ത് അത് കൊടുത്തേ തീരൂ പ്രിയപ്പെട്ട മാതാപിതാക്കളെ. അതിന് മടി കാണിക്കരുത്. ഞാൻ എന്താണ്, ദൈവത്തെക്കാൾ ഉപരിയാണ് എന്നൊന്നും ഒരു അപ്പനും അമ്മയും ചിന്തിച്ച് വെച്ചേക്കരുത്.
മക്കളുടെ ജീവിതങ്ങളിലേക്ക് ആവശ്യമായത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതെ അവരോടുള്ള സ്നേഹപ്രകടനമാണ് എന്ന് ചിന്തിച്ചൊന്ന് ഇരുന്നേക്കരുത്. അതുകൊണ്ട് അതിലൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി ഓരോ അപ്പനും അമ്മയ്ക്കും പറ്റണം. അങ്ങനെയെങ്കിൽ കൃപയുടെ പ്രകാശം പരത്തുന്ന കുടുംബം രൂപപ്പെടും, തിരുക്കുടുംബം രൂപപ്പെടും. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രകാശം പരത്തുന്ന ജീവിതങ്ങളായിട്ട് മാറാൻ നമുക്ക് സാധിക്കും. സങ്കീർത്തനം 119:11 അങ്ങയ്ക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ദൈവവചനത്തെ ഹൃദയത്തിലും കുടുംബത്തിലും സൂക്ഷിച്ചുകൊണ്ട് കർത്താവിനെതിരെ പാപം ചെയ്യാതെ പരിശുദ്ധിയുടെ ജീവിതം നയിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കൂടെ ആയിരിക്കാൻ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നല്ല ദൈവത്തെ ഹൃദയത്തിൻ്റെ നിറവോടെ നമുക്ക് ആരാധിക്കാം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു ഞങ്ങൾ. കർത്താവേ, ഈ കൂദാശയിൽ വാഴ്ത്തിടുന്നങ്ങേ ഞങ്ങൾ. ഹൃദയം ചേർത്ത് വെച്ച് ആരാധിക്കാം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു ഞങ്ങൾ. സ്വർഗീയ വ്യൂഹങ്ങളോട് ചേർന്ന് ആരാധിക്കുന്നു. ഈ കൂദാശയിൽ സ്നേഹിച്ചാരാധിക്കുന്നു. ഞങ്ങൾ കരങ്ങൾ രണ്ടും ഉയർത്തി സ്നേഹത്തോടെ ആരാധിക്കട്ടെ, ഹൃദയത്തിൻ്റെ നിറവോടെ ആരാധിക്കട്ടെ. ഓ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധിയെ നിരന്തരം ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ അഭിഷേകം അവിടുന്ന് പകരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, അനേക വിശുദ്ധാത്മാക്കൾ അവരുടെ ജീവിതത്തിൽ അങ്ങയെക്കുറിച്ചുള്ള, അങ്ങയുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള നിരന്തര ചിന്തയാൽ പാപ ജീവിതത്തെ പരിത്യജിച്ച് ജീവിച്ചതുപോലെ, പാപത്തിൻ്റെ വ്യാമോഹങ്ങളെ ദൈവിക ശക്തിയാൽ അതിജീവിച്ചതുപോലെ എൻ്റെ ജീവിതത്തിന് പരിശുദ്ധിയോടെ ജീവിക്കാൻ ഒരഭിഷേകം എന്നിലേക്ക് തരണമേ. ഇരു കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിന്റെ നാമത്തെ എല്ലാവരും ഒന്ന് ചേർന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധിയിൽ പങ്കുചേരുവാൻ, അങ്ങയുടെ നിത്യസാന്നിധ്യ സ്മരണ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുവാൻ അവിടുന്ന് തന്നെ ബലഹീനമായ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ, അവിടുത്തേക്ക് ആരാധന, പുത്രനായ യേശുവേ ആരാധന, പരിശുദ്ധ റൂഹായേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കരങ്ങൾ കൂപ്പാം, സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, എന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രം എന്നെ അനുഗ്രഹിക്കാൻ, എനിക്ക് ആരാധിക്കാൻ തക്ക വിധം, എനിക്ക് അനുഗ്രഹം പിടിച്ചു വാങ്ങാൻ തക്ക വിധം എന്നോട് കൂടെ ആയിരിക്കുന്ന അങ്ങേ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. കർത്താവെ, പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് വേർപെട്ട് നടന്ന ഒത്തിരി പരാജയത്തിൻ്റെ സമയങ്ങളുണ്ട്. ഒരുപാട് വീഴ്ചകളും കുറവുകളും എന്നിൽ സംഭവിച്ചിട്ടുണ്ട്. അവയ്ക്കെല്ലാത്തിനും ഇപ്പോൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ദൈവിക കാര്യങ്ങളിൽ വ്യാപരിക്കുമ്പോൾ മാത്രമേ എന്നിൽ ദൈവിക ചിന്ത ഉണ്ടായിട്ടുള്ളൂ. ആത്മീയ ഇടങ്ങളിലായിരിക്കുമ്പോൾ മാത്രമേ എന്നിൽ ദൈവിക ചിന്ത ഉണ്ടായിട്ടുള്ളൂ. കർത്താവേ, ഓരോ നിമിഷവും ഞാൻ പുലർത്തേണ്ട ദൈവസാന്നിധ്യ സ്മരണയുടെ ചിന്ത എൻ്റെ ഹൃദയത്തിൽ നിന്ന് അവിടുന്ന് പതിപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. ഓ കർത്താവെ, അങ്ങയുടെ പരിശുദ്ധിയോട് നിരന്തരം ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധിയിൽ ആഴപ്പെടാൻ ശക്തി തരണമേ, അഭിഷേകം തരണമേ, ഉണർവ് തരണമേ. എല്ലാവരും ഒരിക്കൽ കൂടെ ഈ ആഗ്രഹത്തോടെ ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവ് നമ്മുടെ ജീവിതത്തെ ആശീർവദിക്കുന്ന, അനുഗ്രഹിക്കുന്ന സമയമാണ്. ഇരു കരങ്ങൾ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കുക. എല്ലാവരും യേശുവിൻ്റെ ആ തിരുരക്തത്തിൻ്റെ, തിരുശരീരത്തിൻ്റെ ശക്തിയാൽ പൂരിതരാകാൻ ആഗ്രഹിച്ച് കര ഉയർത്തി സ്തുതിക്കുന്ന സമയത്താണ് ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്നത്. ഈ അവബോധത്തോടെ പ്രാർത്ഥിക്കാം.
അധരം തുറന്ന് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങയുടെ പരിശുദ്ധമായ അത്ഭുത നാമത്തിന്റെ ശക്തിയാൽ അവിടുത്തെ ദിവ്യ സ്നേഹ ചൈതന്യത്തിന്റെ തിരിച്ചറിവ് അനേകം മനസ്സുകളിലേക്ക് ഈ നിമിഷങ്ങളിൽ അത്ഭുതകരമായി നിറയട്ടെ. ദൈവസാന്നിധ്യ സ്മരണ പുലർത്തി വിശുദ്ധിയോടെ ജീവിക്കുന്നത് പിന്തിരിപ്പിക്കുന്ന എല്ലാ ലോക അരൂപിയുടെ ബന്ധനങ്ങളെ യേശുവിന്റെ നാമം കൊണ്ട് നിർവീര്യമാക്കുന്നു. യേശുവിന്റെ തിരിച്ചരക്തങ്ങളെ ശക്തിയാൽ നിർവീര്യമാക്കുന്നു. ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നേരവും ഹൃദയം കൊണ്ട് ആരാധന സ്തുതിയും പുകഴ്ചയും അങ്ങേ ഇഷ്ടപ്പെട്ട് സ്നേഹിക്കുന്നു.